പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും മന്ന എഡ്യൂക്കേഷനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമുക്കിന്ന് ക്ലാസ് 10ൻ്റെ ബയോളജിയുടെ തന്നെ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. സേഫായിട്ടിരിക്കണം. പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി. നന്നായിട്ട് പഠിക്കണം. പിന്നെ നേരിട്ട് ക്ലാസ്സിലേക്ക് തന്നെ പോകാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ പോകാം. അപ്പം ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ബയോളജിയുടെ ഒരു ചാപ്റ്റർ ഇതിന് മുന്നേ ഇട്ടിരുന്നു. അപ്പം ബയോളജി കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത പോർഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് 15th ചാപ്റ്ററായ അവർ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് എക്കോസിസ്റ്റത്തിനെ പറ്റിയാണ്. എന്താണ് എക്കോസിസ്റ്റം, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസുകൾ എന്താണ്, ഓസോൺ ഡെപ്ലിക്ഷൻ എന്താണ്, വേസ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ദെയർ സൊല്യൂഷൻ, വേസ്റ്റ് എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസ്, എന്തൊക്കെയാണ് ബയോ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസ് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഉള്ള പോർഷനിലേക്ക് പോകാം. ആദ്യമേ വാട്ട് ഹാപ്പൻ വെൻ വി ആഡ് അവർ വേസ്റ്റ് ടു ദ എൻവയോൺമെൻറ്റ്, എന്താണ് നമ്മൾ എൻവയോൺമെൻറ്റിലേക്ക് വേസ്റ്റ് ഇട്ടാൽ ഉണ്ടാകുന്നത്. എവറിത്തിങ് ദാറ്റ് സറൗണ്ട്സ് ആസ് ഇൻ എൻവയോൺമെൻറ്റ്, എവറിത്തിങ് ദാറ്റ് സറൗണ്ട്സ് ആസ് ഈസ് എൻവയോൺമെൻറ്റ്, നമ്മളുടെ ചുറ്റുമുള്ളതിനെ എല്ലാത്തിനെയും എൻവയോൺമെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻറ്റ്. ലിവിങ് ആൻഡ് നോൺ ലിവിങ്ങിൻ്റെ വേറൊരു വാക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ബയോട്ടിക്, അബയോട്ടിക് കമ്പോണൻസ്. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻറ്റ് ഫോം ആൻ എക്കോസിസ്റ്റം. അപ്പം ലിവിങ്, നോൺ ലിവിങ് അല്ലെങ്കിൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് സിസ്റ്റം കമ്പൈൻഡ് ഫോമാണ് ഒരു എക്കോസിസ്റ്റം ഉണ്ടാകുന്നത്. ഇൻ ആൻ എക്കോസിസ്റ്റം ലിവിങ് കമ്പോണൻറ്റ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ ഫോർ ദെയർ ഫുഡ് വിച്ച് ഗീവ്സ് റൈസ് ടു ഫുഡ് ചെയിൻസ് ആൻഡ് ഫുഡ് വെബ് ഇൻ നേച്ചർ. അപ്പോൾ ഒരു ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, ഒരു ഫുഡ് ചെയിൻ 5ാം ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഫുഡ് വെബ്, ഒരു ഫുഡ് ചെയിൻ ഉണ്ടാകുന്നതിന് ബയോട്ടിക് ആൻഡ് നോൺ ബയോട്ടിക് തിങ്സുകളുടെ ഒരു ചങ്ങല തന്നെയുണ്ട്. അങ്ങനെയാണ് ഒരു എക്കോസിസ്റ്റം കൃത്യമായിട്ട് നേച്ചറിൽ ബോണ്ടായിട്ട് വരുന്നത്. ഇനി നമ്മൾ പറയുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലീഡ് ടു എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് സച്ച് ആസ് എ ഡെപ്ലിക്ഷൻ ഓഫ് ഓസോൺ ലെയർ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഗാർബേജ്. മനുഷ്യർ മൂലം എൻവയോൺമെൻറ്റിനുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം സച്ച് ആസ് ഡെപ്ലിക്ഷൻ ഓഫ് ഓസോൺ ലെയർ. ഓസോൺ ലെയറിൽ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളും. അപ്പോൾ ഓസോൺ ലെയറിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, അതതിൻ്റെ സൈഡ് എഫക്റ്റാണ്. പിന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഗാർബേജ് ഒരുപാടുണ്ടാകുന്നു. വേസ്റ്റ് പ്രോഡക്ട്സുകൾ ഒരുപാടുണ്ടാകുന്നത് കൂട്ടത്തിൽ തന്നെ അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യുമെന്നുള്ള വഴി വളരെ കുറച്ചാണ് പ്രാക്ടിക്കലായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അത് വേസ്റ്റ് ഒരു വലിയ പ്രോബ്ലമായിട്ട് നമ്മുടെ മുന്നിലേക്ക്, ഗാർബേജ് വലിയൊരു പ്രോബ്ലമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കുന്നത് ഓസോൺ ലെയർ ഡിപ്ലിക്ഷനും പ്രൊഡക്ഷൻ ഓഫ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഗാർബേജിൻ്റെയും റീസൺ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു തരാം. വാട്ട് ഈസ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഡിഫൈൻ എക്കോസിസ്റ്റം, വാട്ട് ആർ ഇറ്റ്സ് കമ്പോണൻറ്റ്. എക്കോസിസ്റ്റം എന്താണ്, എക്കോസിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യൂ, അല്ലെങ്കിൽ എന്തൊക്കെ കമ്പോണൻസുകൾ ചേർന്നാണ് എക്കോസിസ്റ്റം ഉണ്ടായിട്ടിരിക്കുന്നത്. ഓൾ ദ ഇൻട്രാക്റ്റിംഗ് ഓർഗാനിസം ഇൻ ആൻ ഏരിയ ടുഗദർ വിത്ത് ദ നോൺ ലിവിങ് കൺസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ഫ്രം ആൻ എക്കോസിസ്റ്റം ഈസ് കാൾഡ് ഈസ് നോൺ ആസ് എക്കോസിസ്റ്റം. അല്ലെങ്കിൽ ഇതാണ് എക്കോസിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ. ഏതാണ്? ആൾ ദ ഇൻട്രാക്റ്റിംഗ് ഓർഗാനിസം ഇൻ ആൻ ഏരിയ ടുഗദർ വിത്ത് എ നോൺ ലിവിങ് കൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ഫോം ആൻ എക്കോസിസ്റ്റം. അപ്പം ഒന്നുകൂടെ നന്നായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഒരു ഏരിയയിലുള്ള ഓർഗാനിസത്തിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട്, നോൺ ലിവിങ്ങും ലിവിങ്ങും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇൻട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഓൾ ദ ഇൻട്രാക്റ്റിംഗ് ഓർഗാനിസം ഇൻ ആൻ ഏരിയ ടുഗദർ വിത്ത് ദ നോൺ ലിവിങ് കൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്
ഫോം ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റം, ഒരു ചെറിയ എക്കോസിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസുകൾ നമ്മൾ പറയാം. ഫോറസ്റ്റ് ഉണ്ട്, പോണ്ടുണ്ട്. ഫോറസ്റ്റിനകത്ത് എന്താ, ഒരുപാട് മരങ്ങളും അതിനകത്ത് ഒരുപാട് ജീവജാലങ്ങളും ഉണ്ട്. പോണ്ട് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിനകത്ത് മരങ്ങളാണെങ്കിൽ പോണ്ടിനകത്ത് വാട്ടറാണ്. വാട്ടറിനകത്ത് ബാക്ടീരിയ മുതൽ വലിയ മീനുകൾ വരെ ഉണ്ടാവും. അതൊരു എക്കോസിസ്റ്റത്തിനകത്തുള്ള എന്താണ്, ഒരു എക്കോസിസ്റ്റത്തിലെ ഫുഡ് ചെയിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശൃംഖലയാണത്. ഇനി നമുക്ക് പറയാം എത്ര ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. എത്ര ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റങ്ങളുണ്ട്? നാച്ചുറൽ എക്കോസിസ്റ്റം ഉണ്ട്, ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ഉണ്ട്. അപ്പം എക്കോസിസ്റ്റം 2 ടൈപ്പിലാണുള്ളത്. എന്താണ് നാച്ചുറൽ എക്കോസിസ്റ്റം? ദ എക്കോസിസ്റ്റം വിച്ച് എക്സിസ്റ്റ് ഇൻ നേച്ചർ ഓൺ ഇറ്റ്സ് ഓൺ. എന്ന് വെച്ചാൽ എക്കോസിസ്റ്റം വിച്ച് എക്സിസ്റ്റ് ഇൻ നേച്ചർ ഓൺ ഇറ്റ്സ് ഓൺ. സ്വന്തമായിട്ട് നേച്ചർ ഉണ്ടാക്കി നമുക്ക് തരുന്ന സിസ്റ്റങ്ങളെയാണ് എക്കോസിസ്റ്റം, പ്രകൃതിയുടെ ഒരു രൂപകൽപ്പനയാണ് നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് പറയാം. ഫോറസ്റ്റ് ഉണ്ട്, ലേക്ക് ഉണ്ട്, ഓഷൻ ഉണ്ട്, പോൺസ് ഉണ്ട്. ഇതെല്ലാം നാച്ചുറൽ എക്കോസിസ്റ്റങ്ങളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം, അതാണ് രണ്ടാമത്തെ സെക്കൻഡ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം. ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ഈസ് മാൻ മെയ്ഡ് എക്കോസിസ്റ്റം. ഓക്കെ, മാൻ മെയ്ഡ് എക്കോസിസ്റ്റം ഈസ് കാൾഡ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. ഏതൊക്കെയാണ് ഒരു എക്കോസിസ്റ്റം? നിങ്ങൾ ചിന്തിച്ച സ്വന്തമായിട്ട് ഞാൻ പറയാം. ക്രോപ്പ് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ അരിയും ഗോതമ്പും ഒക്കെ വളർത്തുന്ന ഫീൽഡുകൾ. ഒരു ക്രോപ്പ് ഫീൽഡ് ഒരു ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റമാണ്. അതിനകത്ത് ഒരുപാട് ഫുഡ് ചെയിനുള്ള സാധ്യതകളുള്ള ഒരു ഏരിയയാണ്. പിന്നെ അക്വേറിയത്തിനകത്ത് മീനുകളെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വളർത്തുകയാണ്. ഗാർഡൻ, ഇതൊക്കെ എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസുകൾ ആണ്. ഇനി നമുക്ക് കമ്പോണൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റം പഠിക്കാം. എന്തൊക്കെയാണ് എക്കോസിസ്റ്റത്തിൻ്റെ കമ്പോണൻസുകൾ? എന്തൊക്കെയാണ്? അബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്, ബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ലിവിങ് കമ്പോണൻറ്റും നോൺ ലിവിങ് കമ്പോണൻറ്റും. എന്തൊക്കെയാണ് അബയോട്ടിക് കമ്പോണൻസ് എന്ന് വെച്ചാൽ? എക്സാമ്പിൾസ് ഓഫ് അബയോട്ടിക് കമ്പോണൻസ് ഏതൊക്കെയാണ്? എയറും വാട്ടറും ലാൻഡും ഒക്കെ അബയോട്ടിക് കമ്പോണൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ബയോട്ടിക് കമ്പോണൻസ് ആണ് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാന്റ്സും ആനിമൽസും ആണ് ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പം ബയോട്ടിക് കമ്പോണൻസിനെ ഇനിയും തിരിക്കുകയാണെങ്കിൽ, കമ്പോണൻ്റ് ഓഫ് എക്കോസിസ്റ്റം ബയോട്ടിക് കമ്പോണൻറ്റും അബയോട്ടിക് കമ്പോണൻറ്റുമാണ്. എന്നിട്ട് ബയോട്ടിക് കമ്പോണൻറ്റിനെ നമുക്ക് വീണ്ടും 3ആയിട്ട് തിരിക്കാം. ആരൊക്കെയാണ്? പ്രൊഡ്യൂസറുണ്ട്, കൺസ്യൂമറുണ്ട്, ഡീകമ്പോസേഴ്സ് ഉണ്ട്. അപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിനെ ഡീകമ്പോസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കൺസ്യൂമർ. അപ്പം ബയോട്ടിക് സിസ്റ്റം, ബയോട്ടിക് സിസ്റ്റത്തിനകത്ത് പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇതിനകത്ത് പ്രൊഡ്യൂസറും ഡീകമ്പോസേഴ്സും സെക്കൻഡ് പാർട്ടാണ്. കൺസ്യൂമറാണ് ആര് ഫസ്റ്റിലി നിൽക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ ഏതൊക്കെയാണ്? കൺസ്യൂമറിനെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 4ആയിട്ട് തരംതിരിച്ച് പഠിച്ചിട്ടുണ്ട്. ഹെർബിവോറ്, കാർണിവോറ്, ഓംനിവോറ് ആൻഡ് പാരസൈറ്റ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എക്കോസിസ്റ്റത്തിനെ. കമ്പോണൻ്റ് ഓഫ് ആൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ബയോട്ടിക്കും അബയോട്ടിക്കുമാണ്. ബയോട്ടിക്കിനകത്ത് പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞ് 3 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് കൺസ്യൂമറിനെ നമ്മൾ 4ആയിട്ട് തരംതിരിച്ചാൽ ഹെർബിവോർ, കാർണിവോർ, ഓംനിവോർ ആൻഡ് പാരസൈറ്റ് എന്നുണ്ട്. ഇനി നമ്മൾ പറയാവുന്നത് ഈ ഹെർബിവോറും കാർണിവോറും ഓംനിവോറും പാരസൈറ്റും എന്താണ്? വേരിയസ് ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സുകളാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് കൺസ്യൂമർ എന്ന് പറയാം. കൺസ്യൂമർ ആർ ദോസ് ഓർഗാനിസം വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രൊഡ്യൂസേഴ്സ് ഫോർ ഫുഡ്. പ്രൊഡ്യൂസറുകളെ ഫുഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൺസ്യൂമേഴ്സ്. ഇപ്പം എയ്തർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ബൈ ഫീഡിങ് ഓൺ ദെയർ കൺസ്യൂമേഴ്സ് ഫോർ ദെയർ സസ്റ്റൈനൻസ്. നിലനിൽപ്പിന് വേണ്ടി നേരിട്ടോ അല്ലാതെയോ പ്രൊഡ്യൂസറുകളെ ഡയറക്റ്റ് ഫുഡാക്കുന്ന ആൾക്കാരാണ് ആര്? കൺസ്യൂമർ. ദേ ആർ ആൾസോ കാൾഡ് ഹെട്രോട്രോപ്സ്. അവരെയാണ് ഹെട്രോട്രോപ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. കൺസ്യൂമറിൻ്റെ ഡയറക്റ്റായിട്ട് ഫീഡ് ചെയ്യുന്ന ആരെ? കൺസ്യൂമറുകളെ ഫീഡ് ചെയ്യുന്ന കൺസ്യൂമറുകളെന്ന് വെച്ചാൽ പ്രൊഡ്യൂസറുകളെ ഡയറക്റ്റായിട്ട് പ്രൊഡ്യൂസറുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് കൺസ്യൂമർ. എന്തിന്? ഫോർ ഫീഡിങ്, അവരുടെ ഭക്ഷണത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി. ഇങ്ങനെയുള്ള ആൾക്കാരെ പറയുന്ന വേറൊരു പേരാണ് ഹെട്രോട്രോപ്സ്. ഇനി നമ്മൾ കൺസ്യൂമറിൻ്റെ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം.
consumer are those organisms which depend upon the producers for food, അല്ലെങ്കിൽ either directly or indirectly by feeding on other consumer for their sustenance. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പാരസൈറ്റ്. എന്താണ് പാരസൈറ്റ്? പാരസൈറ്റ് ആർ ദോസ് ഓർഗാനിസം ദാറ്റ് ലീവ്സ് ഔട്ട്സൈഡ് ഓർ ഇൻസൈഡ് ദ ബോഡി ഓഫ് അനദർ ഓർഗാനിസം. ഒരു ജീവിയുടെ ഉള്ളിലോ പുറത്തോ ആയി ജീവിച്ചുകൊണ്ട്, ഒരു ജീവിക്കുള്ളിൽ മറ്റൊരു ജീവി ജീവിക്കുന്നതിനെയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ഔട്ട്സൈഡിൽ ജീവിക്കുന്ന പാരസൈറ്റിനെ എക്ടോ പാരസൈറ്റ് എന്നും ഇൻസൈഡിൽ ജീവിക്കുന്ന പാരസൈറ്റിനെ എൻഡോ പാരസൈറ്റും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പാരസൈറ്റുകളുടെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹോസ്റ്റ് എക്സാം പാരസൈറ്റ് എന്ന് വെച്ചാൽ ഹോസ്റ്റ് എക്സാം പാരസൈറ്റ്സ് ഓഫ് ഹ്യൂമൻ ഇൻക്ലൂഡ് ഫ്ലീസ് ആൻഡ് ലൈസ്. ഒരു ചെറിയ തരം നമ്മൾ കൃമി പുഴു എന്നൊക്കെ പറയുന്ന നമ്മുടെ ഉള്ളിലുള്ളതാണ് ഫ്ലീസും ലൈസും ഒക്കെ. ഇത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള പാരസൈറ്റുകളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡീകമ്പോസേഴ്സ്. Decomposers are those microorganisms that obtain energy from the chemical breakdown of dead organisms or animal or plant waste. എന്താണ് ഡീകമ്പോസർ എന്ന് പറയുന്നത്? ഡീകമ്പോസേഴ്സ് ആർ ദോസ് microorganisms that obtain energy from the chemical breakdown of dead organisms. ഡെഡ് ഓർഗാനിസംസ് ബ്രേക്ക് ഡൗൺ ആവുന്നത് മൂലം അതിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഡീകമ്പോസേഴ്സ്. അത് അനിമലിൽ നിന്നോ പ്ലാന്റ് വേസ്റ്റിൽ നിന്നോ ആകാം. ഡീകമ്പോസേഴ്സ് ബ്രേക്ക് ഡൗൺ ദ കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ഇൻറ്റു സിമ്പിൾ ഓർഗാനിക് സബ്സ്റ്റൻസസ് ദാറ്റ് ഗോ ഇൻ ടു ദ സോയിൽ ആൻഡ് ആർ യൂസ്ഡ് അപ്പ് എഗെയിൻ ബൈ ദ പ്ലാന്റ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഡീകമ്പോസേഴ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന കോംപ്ലക്സിനെ സിമ്പിളാക്കിയാണ് അവർ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ഓർഗാനിക് സബ്സ്റ്റൻസ് ദാറ്റ് ഗോ ഇൻ ടു സോയിൽ. അതിനെ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ചെറിയ സബ്സ്റ്റൻസുകളൊക്കെ സോയിലിലേക്ക് പോകും. എഗെയിൻ അത് വീണ്ടും പ്ലാന്റ്സുകൾ വളമായിട്ട് യൂസ് ചെയ്യും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഡീകമ്പോസേഴ്സിൻ്റെ ബെനിഫിറ്റും. എന്താണ് ഡീകമ്പോസേഴ്സും അതിൻ്റെ ബെനിഫിറ്റ്സ് പ്ലാന്റുകൾക്ക് എന്താണെന്നും ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് ചെയിൻ എന്താണെന്ന് പറയാം. ഇവിടെ ഫുഡ് ചെയിനിനെ പറ്റി കിടപ്പുണ്ട്. എന്താണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്? ഫുഡ് ചെയിൻ ഈസ് ദ സീക്വൻസ് ഓഫ് ഓർഗാനിസംസ് ത്രൂ വിച്ച് ഫുഡ് എനർജി ഫ്ലോസ് ഇൻ ആൻ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിലേക്ക് ഫുഡ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക്, ഒരാൾ മറ്റൊരാളിലേക്ക് ഫുഡായിട്ട് മാറുന്ന ആ പ്രതിപ്രവർത്തനത്തെയാണ്, ആ എനർജിയുടെ ഒഴുക്കാണ്. ഒരാൾ മറ്റൊരാളിലേക്ക് എനർജി ഫുഡ് എന്ന രീതിയിൽ കൊടുക്കുന്ന ആ ഒഴുക്കിനെയാണ് എന്ത് പറയുന്നത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സക്സഷൻ ഓഫ് എ ഓർഗാനിസം ദാറ്റ് ഈറ്റ് അതർ ഓർഗാനിസംസ് ആൻഡ് മേ ഇറ്റ് ടേൺ ദ ഈറ്റൻ ദംസെൽസ്. അപ്പം ഒന്നുകിൽ ഒന്ന് മറ്റൊന്നിനെ തിന്നാം, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളതിനെ തന്നെ തിന്നുകൊണ്ട് ഭക്ഷണം ആക്കിക്കൊണ്ട് എനർജിയെ എക്കോസിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഓവർഫ്ലോയാണ്, ഫ്ലോ ഓഫ് ചെയിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറയാം, ഓർഡറിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് നോക്കിയാൽ ഇവിടെ തന്നെ ഒരു പടം കിടപ്പുണ്ട്. ഗ്രാസ് എപ്പോഴും പ്രൊഡ്യൂസറാണ്. ഗ്രാസിനെ ആര് കഴിക്കും? ഗ്രാസ് ഹുപ്പറായ ഹെർബിവോർ കഴിക്കും. അപ്പം ഗ്രാസിനെ ഗ്രാസ് ഹുപ്പർ കഴിക്കും. ഗ്രാസ് ഹുപ്പറിനെ ഫ്രോഗ് കഴിക്കും. ഫ്രോഗ് ആരാണ്? കാർണിവോറാണ്. ഫ്രോഗിനെ സ്നേക്ക് കഴിക്കും. സ്നേക്കും കാർണിവോറാണ്. അപ്പം സ്നേക്കിനെ ആര് കഴിക്കും? സ്നേക്കിനെ ഈഗിൾ കഴിക്കും. ഈഗിള് ടോപ്പ് കാർണിവോറിനകത്ത് വരുന്നതാണ്. അങ്ങനെയാണ് ഒരു ഫുഡ് ചെയിൻ്റെ എനർജി ഫ്ലോ എക്കോസിസ്റ്റത്തിൽ നടക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണ് ട്രോപ്പിക് ലെവൽ, ഫുഡ് വെബ്, അതൊക്കെ നമുക്ക് പഠിക്കാം. എന്താണ് ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത്? ട്രോപ്പിക് ലെവൽസ് ആർ ദ വേരിയസ് സ്റ്റെപ്സ് ഓർ ലെവൽ ഇൻ ദ ഫുഡ് ചെയിൻ വെയർ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് ഓർ എനർജി ടേക്ക് പ്ലേസ്. എന്താണ് ട്രോപ്പിക് ലെവൽ? ട്രോപ്പിക് ലെവൽ ആർ ദ വേരിയസ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ലെവൽ ഇൻ ദ ഫുഡ് ചെയിൻ വെയർ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് ഓർ എനർജി ടേക്ക് പ്ലേസ്. പ്രൊഡ്യൂസേഴ്സ് ആർ ദ ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ. അപ്പോൾ ആദ്യത്തെ ട്രോപ്പിക് ലെവലിനകത്തുള്ള ആളാരാണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്. പിന്നെ ഹെർബിവോർ ആർ ദ സെക്കൻഡ് ട്രോപ്പിക് ലെവൽ, കാർണിവോർ ആർ ദ സെക്കൻഡറി, കൺസ്യൂമേഴ്സ് ആർ ദ തേർഡ് ട്രോപ്പിക് ലെവൽ ആൻഡ് ലാർജ് കാർണിവോർ ഓർ ടെറിട്ടറി കൺസ്യൂമർ ആർ ദ
ഫോർത്ത് ട്രോപ്പിക് ലെവൽ. അപ്പം മനസ്സിലായോ എന്താണ് ഈ ഫോർത്ത് ട്രോപ്പിക് ലെവലിനകത്തുള്ളത്? ലാർജ് കാർണിവോറാണ്, ലയണും ടൈഗറും ഒക്കെ പറയുന്നത്. അപ്പോൾ തേർഡ് ലെവലിൽ ഏതാ? കാർണിവോർ ഓർ സെക്കൻഡറി കൺസ്യൂമറാണ് തേർഡ് ലെവലിൽ വരുന്നത്. അപ്പം ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ ഹെർബിവോർ ആർ ദ സെക്കൻഡ് ട്രോപ്പിക് ലെവലിൽ വരും. അപ്പം പിന്നെന്താണ്? പ്രൊഡ്യൂസർ ഫസ്റ്റ് ട്രോപ്പിക് ലെവലിലും വരും. അപ്പം മനസ്സിലായല്ലോ ഫസ്റ്റ് സെക്കൻഡ് പ്രൈമറി സെക്കൻഡറി ട്രഷറി ലെവലിലുള്ള കൺസ്യൂമേഴ്സുകളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫുഡ് വെബ് എന്താണെന്ന് പറയാം. എന്താണ് ഒരു ഫുഡ് വെബ് എന്ന് പറയുന്നത്? ഫുഡ് വെബ് ഈസ് ദ നെറ്റ്വർക്ക് ഓഫ് വേരിയസ് ഫുഡ് ചെയിൻ വിച്ച് ആർ interconnected at various trophic level. Since an organism can occupy position in more than one food chain, in a food web is occupy more than one trophic level. It represents the feeding relationship within the കമ്മ്യൂണിറ്റി. എന്താണ് ഈ ഫുഡ് വെബ്? ഇതൊരു നെറ്റ്വർക്കാണ്. ഈ ഫുഡ് വെബ് ഈസ് ദ നെറ്റ്വർക്ക് ഓഫ് വേരിയസ് ഫുഡ് ചെയിൻ. പല ഫുഡ് ചെയിനുകളുടെ ചേരുന്ന ഒരു വെബാണ്, ഒരു ചെയിനാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇതിനകത്തുണ്ട് ഇൻ്റർകണക്റ്റഡ് അറ്റ് വേരിയസ് ട്രോപ്പിക് ലെവൽ. എല്ലാ ട്രോപ്പിക് ലെവൽ, പല ട്രോപ്പിക് ലെവലുകളെയും ഇൻ്റർകണക്റ്റാണ് ഫുഡ് വെബ്. ഓർഗാനിസം ക്യാൻ ഓക്കുപ്പൈ പൊസിഷൻ ഇൻ മോർ ദാൻ വൺ ഫുഡ് ചെയിൻ. ചില ഓർഗാനിസങ്ങൾ മോർ ഓർഗാനിസങ്ങളും മോർ ദാൻ വൺ ഫുഡ് ചെയിൻ ഒക്കുപ്പൈ ചെയ്യുന്നവരാണ്. മനസ്സിലായോ? ഫുഡ് വെബ് ഈസ് ഒക്കുപ്പൈസ് മോർ ദാൻ വൺ ട്രോപ്പിക് ലെവൽ. വൺ ട്രോപ്പിക് ലെവലിലും ഫുഡ് വെബ് ഒക്കുപ്പൈ ചെയ്യുന്നതാണ്. ഇറ്റ് റെപ്രസെൻറ്റ് ദ ഫീഡിങ് റിലേഷൻഷിപ്പ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി. ഇതെന്താ? ഒരു ഫീഡിങ് റിലേഷൻഷിപ്പിനെ, ഒരു ഭക്ഷണത്തിൻ്റെ ക്രമത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് എന്ത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫുഡ് വെബിലൂടെ എനർജി എങ്ങനെയാണ് ഫ്ലോ ചെയ്തു പോകുന്നതെന്ന് പറയാം. ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ഇൻ ദ ഫുഡ് ചെയിൻ ഈസ് യൂണിഡയറക്ഷണൽ. എന്ന് വെച്ചാൽ എന്താ? ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ഡിഫറെൻറ്റ് സ്റ്റെപ്പ്. എനർജി പല സ്റ്റെപ്പുകളിലൂടെ പോവുകയാണ്. ഫുഡ് ചെയിൻ ഈസ് എ യൂണി ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ നിന്ന് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ദിസ് മീൻസ് ദാറ്റ് എനർജി ദാറ്റ് ഈസ് ക്യാപ്ചേർഡ് ബൈ ദ ഓട്ടോട്രോപ്സ് ഡസ് നോട്ട് റീവേർട്ട് ബാക്ക് ഇൻ ടു ദ സോളാർ input and the energy which is passes into the herbivores does not come back to the autotroph. മനസ്സിലായോ? ഒരു എനർജി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു യൂണി ഡയറക്ഷണൽ പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ എനർജി ഒരു ഓട്ടോട്രോപ്പ് ഒക്കുപ്പൈഡ് ചെയ്യുമ്പം റിവേർട്ട് ചെയ്ത് പിന്നെ അതിലേക്ക് തിരിച്ചു വരില്ല. അത് വേറൊന്നിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു ഓട്ടോട്രോപ്സിലേക്ക് ഹെർബിവോറസ് ഡസ് നോട്ട് കം ബാക്ക് ഇൻ ടു ഓട്ടോട്രോപ്സ്. ഒരു കറങ്ങി തിരിഞ്ഞ് ഹെർബിവോറസിലേക്ക് വീണ്ടും ആ എനർജി തിരിച്ചെത്തില്ല എന്ന് അർത്ഥം. മനസ്സിലായോ? ഇനി ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 10% ലാ എന്ന് പറഞ്ഞൊരു ലാ ഉണ്ട്. എന്താണ് 10% ലാ? It states that only 10% of food energy is transferred from the tropic level to the next level. അപ്പം ഒരാൾ ഒരു ഫുഡ് കഴിച്ചാൽ ആ ആളിനെ മറ്റൊരാൾ കഴിക്കുമ്പോൾ അതിൻ്റെ 10% മാത്രം എനർജി ലെവലേ അവരിലേക്ക് ട്രാൻസ്ഫർ ആവുകയുള്ളൂ. ദ റിമൈനിങ് 90% ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഇൻ ലൈഫ് പ്രോസസ്. എന്ന് വെച്ചാൽ അതിനകത്തെ 90% എനർജിയും അവരുടെ ലൈഫ് പ്രോസസ്സിന്. ഇപ്പം നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ വേറൊരാൾക്ക് തിന്നാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കുകയാണോ? നെവർ. അപ്പം എന്താ ചെയ്യുന്നത്? നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ പ്രോസസ്സുകൾക്ക്, ഇൻറ്റേർണൽ പ്രോസസ്സുകൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് 10% വേറൊരാൾക്കും 90% നമ്മളുടെ ലൈഫ് പ്രോസസ്സിന്, ജസ്റ്റ് ലൈക്ക് ഡൈജഷൻ, ഗ്രോത്ത്, റിപ്രൊഡക്ഷൻ, ഇവയ്ക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബൈ ദ പ്രസൻറ്റ് ട്രോപ്പിക് ലെവൽ. പ്രസൻറ്റ് ട്രോപ്പിക് ലെവലിലുള്ള നമ്മുടെ ലൈഫിന് വേണ്ടിയാണ് 90% ഓഫ് എനർജി നമ്മൾ ഫുഡിലൂടെ യൂസ് ചെയ്യുന്നത്. 10% എനർജിയാണ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ പറയാവുന്നത് ഡ്യൂ ടു ദിസ് ഗ്രാജുവൽ ഡിക്രീസ് ഓഫ് എനർജി ഫുഡ് ചെയിൻ കണ്ടെയ്ൻ 3-4 ട്രോപ്പിക് ലെവൽ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഒരു 3-4 ലെവലിനുള്ളിൽ നമ്മുടെ നിന്നു പോകുന്നത് ട്രോപ്പിക് ലെവൽസ് 4 പ്രൊഡ്യൂസർ, പ്രൈമറി, സെക്കൻഡറി, ട്രഷറി ലെവലിൽ നിന്നു പോകുന്നത്.
എന്താ? ഡ്യൂ ടു ദിസ് ഗ്രാജുവൽ ഡിക്രീസ് ഇൻ എനർജി. ഈ എനർജി ഡിക്രീസ് കൊണ്ടാണ് 100% എനർജി കിട്ടിയാൽ 90% നമ്മൾ യൂസ് ചെയ്യും, 10% വേറൊരാൾക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിനെ ആ 10%-ത്തിലുള്ളവർ വേറൊരാൾക്ക് കൊടുക്കുന്നതും 10%. അപ്പം അതുകൊണ്ടാണ് എന്ത്? ഗ്രാജുവൽ ഡിക്രീസ് ഇൻ എനർജി ഫുഡ് ചെയിൻ കണ്ടെയ്ൻ 3-4 ട്രോപ്പിക് ലെവലായിട്ട് ചുരുങ്ങുന്നത്. ഇനി ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ പല പ്രാവശ്യം 10th വന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. എന്താണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ? ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എങ്ങും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരാം. ദ കോൺസെൻട്രേഷൻ ഓഫ് ഹാംഫുൾ കെമിക്കൽ ഗോസ് ഓൺ ഇൻക്രീസിങ് വിത്ത് എവരി നെക്സ്റ്റ് ട്രോപ്പിക് ലെവൽ ഇൻ എ ഫുഡ് ചെയിൻ. ദിസ് ഈസ് കാൾഡ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. എന്താണ്? ദ കോൺസെൻട്രേഷൻ ഓഫ് ഹാംഫുൾ കെമിക്കൽ ഗോസ് ഓൺ ഇൻക്രീസിങ് വിത്ത് എവരി നെക്സ്റ്റ് ട്രോപ്പിക് ലെവൽ ഇൻ എ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിലൂടെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഹാംഫുൾ കെമിക്കൽ ഗോസ് ചെയ്ത് അത് ഇൻക്രീസ് ആയി വരുന്ന ആ പ്രവർത്തനത്തിനെയാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് സച്ച് കെമിക്കൽ ഗെറ്റ് അക്യൂമുലേറ്റഡ് ഇൻ ഹ്യൂമൻ ബോഡീസ് ആസ് എ ഹ്യൂമൻ ഒക്കുപ്പൈ ദ ടോപ്പ് ലെവൽ ഇൻ എനി ഫുഡ് ചെയിൻ. എല്ലാത്തിലും മാക്സിമം ഒക്കുപ്പൈ ചെയ്യുന്ന ആൾക്കാർ ഹ്യൂമൻ ആയതുകൊണ്ട് അപ്പോൾ ടോപ്പ് ലെവലിൽ ഫുഡ് ചെയിനിലെ ടോപ്പ് ലെവലിൽ എപ്പോഴും ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതോടുകൂടി നമ്മളുടെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് നമ്മുടെ ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഒത്തിരി പ്രാവശ്യം ബയോഡിഗ്രേഡബിളിനെ പറ്റിയൊന്നും എക്സ്പ്ലനേഷൻ 10th ക്ലാസ്സുകാർക്ക് ആവശ്യമില്ല, എന്നാലും ഞാൻ പറയാം. വേസ്റ്റ് മെറ്റീരിയൽ. എന്താണ് വേസ്റ്റ് മെറ്റീരിയൽ? ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ലൈഫ് സ്റ്റൈൽ ഹാവ് റിസൾട്ടഡ് ഇൻ അക്യുമുലേഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ. എങ്ങനെയാണ് ഈ വേസ്റ്റ് മെറ്റീരിയൽ കൂടുതൽ ഉണ്ടാവാൻ കാരണം? നമ്മുടെ ലൈഫിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടാണ് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ പ്രകൃതിയിൽ നിന്നും മാറി കെമിക്കൽ അല്ലെങ്കിൽ നമ്മുടെ രീതിയിലുള്ള ഉണ്ടാക്കലുകൾ, ബയോളജിക്കലായാലും കെമിക്കലായാലും ഫാക്ടറിയിലുള്ള നമുക്ക് വേണ്ടിയുള്ള പ്രോഡക്ട്സുകളെ ഉണ്ടാക്കുമ്പോഴാണ് എന്ത് വേസ്റ്റ് മെറ്റീരിയൽ കൂടുന്നത്. എങ്ങനെയാണ്? ഇംപ്രൂവ്മെൻറ്റ് ഇൻ ലൈഫ് സ്റ്റൈൽ ഹാവ് റിസൾട്ട് അക്യൂമുലേഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ. ഇനി നമുക്ക് ഗാർബേജ് കണ്ടെയ്നിങ് എന്തുണ്ട്? എത്ര ടൈപ്പ് വേസ്റ്റ് ഉണ്ട്? ബയോഡിഗ്രേഡബിൾ വേസ്റ്റും ഉണ്ട്, നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റും ഉണ്ട്. ഇത് രണ്ടും ഗാർബേജിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. എന്താണ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ? സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഡീകമ്പോസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് എ മൈക്രോ ഓർഗാനിസംസ് ആർ കാൾഡ് ആസ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. എന്താണ്? മൈക്രോ ഓർഗാനിസത്തിൻ്റെ സഹായത്താൽ മൊത്തം നശിച്ചില്ലാതായി ഭൂമിയിലേക്ക് ചേരുകയാണെങ്കിൽ അതിനെ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുന്നു. ഫ്രൂട്ട് പീൽസ്, വെജിറ്റബിൾ പീൽസ്, കോട്ടൺ, ജൂട്ട്, ഡങ്, പേപ്പറും എല്ലാം എന്താണ്? ബയോഡിഗ്രേഡബിൾ വേസ്റ്റുകളാണ്. ഇനി രണ്ടാമത് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റാണ്. സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി ഡീകമ്പോസസ് ബൈ ദ ആക്ഷൻ ഓഫ് എ മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം അവിടെ ആക്ട് ചെയ്യും, പക്ഷേ എന്ത് ചെയ്യില്ല? ഡീകമ്പോസ് ആവില്ല. ആർ കാൾഡ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക്, പോളിത്തീൻ, മെറ്റൽ, സിന്തറ്റിക് ഫൈബേഴ്സ്, റേഡിയോ ആക്ടിവിറ്റി വേസ്റ്റ്, പെസ്റ്റിസൈഡ്സ്, ഇതൊക്കെ എന്താണ്? നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിനകത്ത് വരുന്നതാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഡിസ്പോസലിന് എന്തൊക്കെ മെത്തേഡുകളുണ്ടെന്ന് പറയാം. ബയോഗ്യാസ് പ്ലാന്റ് ചെയ്യാം. ഇത് പുസ്തകത്തിൽ അധികം എക്സ്പ്ലനേഷനൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ പല പ്രാവശ്യവും എന്താണ് ഗാർബേജ് എന്നും എത്ര ടൈപ്പ് ഗാർബേജുകളുണ്ടെന്നും മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസലും എഴുതാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇത് ചേർത്തത്. ഇനി നമ്മൾ പറഞ്ഞു ബയോഡിഗ്രേഡബിളും ഉണ്ട്, നോൺ ബയോഡിഗ്രേഡബിളും ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, എക്സ്പ്ലനേഷനും പറഞ്ഞു. ഇനി മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസലിനകത്ത് ബയോഗ്യാസ് പ്ലാന്റ് ആണ് ആദ്യത്തേത്. ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബയോഗ്യാസ് പ്ലാന്റ് ടു പ്രൊഡ്യൂസ് ബയോഗ്യാസ് ആൻഡ് മാനുവർ. ഇനി രണ്ടാമത്തേത് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ്. ദ ഡ്രെയിൻ വാട്ടർ ക്യാൻ ബി ക്ലീൻഡ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ബിഫോർ ആഡിങ് ഇറ്റ്സ് റിവർ. ഇനി മൂന്നാമത്തെ എന്താ? ലാൻഡ് ഫില്ലിംഗ് ആണ്. ദ വേസ്റ്റ് ആർ ബറീഡ് ഇൻ ലോ ലേയിങ് ഏരിയ ആൻഡ് ആർ കോമ്പാക്റ്റഡ് ബൈ റോളിംഗ് വിത്ത് ബുൾഡോസേഴ്സ്. അതാണ് ലാൻഡ് ഫില്ലിംഗ്. വേസ്റ്റിനെ ലോ ലാൻഡ് ഏരിയയിലിട്ട് ബുൾഡോസർ വെച്ച് അമർത്തി അതിനകത്ത് ഡീകമ്പോസ് ആക്കി കളയുന്നത്. ഇനി പറയാൻ പോകുന്നത് കമ്പോസ്റ്റിംഗ് ആണ്. ഓർഗാനിക് വേസ്റ്റ് ആർ ഫിൽഡ് ഇൻ എ കമ്പോസ്റ്റ് പിറ്റ് ആൻഡ് കൺവേർട്ടഡ് വിത്ത് ലെയർ ഓഫ് സോയിൽ. ആഫ്റ്റർ എബൌട്ട് 3 months
എന്താവും? ഗാർബേജ് ചേഞ്ചിങ് ഇൻറ്റു മാനുവറായിട്ട് മാറും. ഉറപ്പല്ലേ അത്? അതാണ് ഏറ്റവും നല്ല വഴി. നമ്മുടെ വീടുകളിലും യൂസ് ചെയ്യാം. ഇനിയും റീസൈക്ലിംഗ് 3R പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു തന്നു 16th ചാപ്റ്ററിനകത്ത്. റീസൈക്ലിംഗ് നല്ലൊരു വഴിയാണ്. എന്ത്? വേസ്റ്റ് ഡിസ്പോസലിന്. നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആർ റീസൈക്കിൾഡ് ഇൻ മേക്ക് ന്യൂ ഐറ്റം. റീയൂസ് ഓക്കെയാണ്. ഇറ്റ് ഈസ് എ കൺവേർഷണൽ ടെക്നിക്കൽ ടു യൂസ് ആൻ ഐറ്റം എഗെയിൻ. വീണ്ടും ഉപയോഗിക്കുന്നത്. ന്യൂസ് പേപ്പർ ഫോർ മേക്കിംഗ് എൻവലപ്പ് ഒക്കെ ആയിട്ട്. അതൊരു കൊച്ചു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നതാണ്. ഈ ന്യൂസ് പേപ്പറിനെ ഒരു എൻവലപ്പായിട്ടോ ഒരു പുതിയ പുതിയ പോട്ട്സുകളുടെ മണ്ടയിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നല്ലൊരു ഡിസ്പോസൽ വേ ആണ്. അപ്പോൾ ഞാനൊരു 6 ഡിസ്പോസൽ വേ പറഞ്ഞു തന്നു. ബയോഗ്യാസ് പ്ലാന്റ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ലാൻഡ് ഫില്ലിങ്, കമ്പോസ്റ്റിങ്, റീസൈക്ലിങ്, റീയൂസ്. അപ്പം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ പോർഷനും കൂടെ കിടപ്പുണ്ട്. ഓസോൺ ലെയറിനെ പറ്റി. എന്താണ് ഓസോൺ? ഓസോൺ എന്ന് വെച്ചാൽ O3 ഓക്സിജൻ്റെ 3 മോളിക്യൂളിൻ്റെ കമ്പൈനാണ് ഓസോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഐസോട്രോപ്പ് ഓഫ് ഓക്സിജൻ. ഇതെന്താണ്? ഐസോടോപ്പ് അല്ല. ഓക്സിജൻ്റെ ഐസോടോപ്പുകൾ അല്ല ഓസോൺ. മനസ്സിലായോ? ഇറ്റ് ഈസ് എ മോളിക്യൂൾ ഫോംഡ് ബൈ 3 ആറ്റം ഓഫ് ഓക്സിജൻ. നമ്മൾ O3 എന്ന് പറയുമ്പോൾ ആദ്യമേ ഐസോടോപ്പ് ആണോ എന്ന് ഡൗട്ട് വരും. ഇത് ഐസോടോപ്പുകളല്ല. ഇതെന്താണ്? ഓക്സിജൻ്റെ 3 മോളിക്യൂളുകളുടെ കൂട്ടത്തിനെയാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ പെർഫോം ആൻ എസെൻഷ്യൽ ഫങ്ഷൻ ഓഫ് ഷീൽഡിങ് ദ സർഫസ് ഓഫ് ദ എർത്ത് ഫ്രം അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഓഫ് ദ സൺ. സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷനെ തടഞ്ഞുകൊണ്ട് ഒരു വലിയ ലെയറായിട്ട് ഭൂമിക്ക് മുകളിൽ ആക്ട് ചെയ്യുന്ന ഒരു ഷീൽഡാണ് ഓസോൺ എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ ഫോം ആവുന്നതെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. O2 ഓക്സിജൻ്റെ 2 മോളിക്യൂൾസ് പ്ലസ് മൂന്നാമതൊരു ഓക്സിജനുമായിട്ട് കമ്പൈൻഡ് ഫോം ചെയ്തിട്ടാണ് O3 ഉണ്ടാകുന്നത്. ഓസോൺ ലെയർ ഈസ് എ ലെയർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ ഇൻ വിച്ച് മോസ്റ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഓസോൺ ഈസ് കോൺസെൻട്രേറ്റഡ്. മനസ്സിലായല്ലോ. ഇനി ഓസോൺ ലെയർ പ്രൊട്ടക്റ്റ് ദ എർത്ത് ഫ്രം ഹാംഫുൾ UV റേഡിയൻസ്. അപ്പോൾ ഇതെന്ത് ചെയ്യാറുണ്ട്? ഹാംഫുൾ UV റേഡിയൻസിൽ നിന്ന് എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. ദർ ആർ സെവറൽ റീസൺ ഫോർ ഡിപ്ലിക്ഷൻ ഓഫ് ദ ഓസോൺ ലെയർ. ദ ഫോർമോസ്റ്റ് ഓഫ് ദ യൂസ് ഓഫ് ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ദ അതർ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ഓസോൺ ഡിസ്ട്രക്ഷൻ ഈസ് ദ പോപ്പുലേഷൻ പൊല്യൂട്ടൻ്റ് നൈട്രജൻ മോണോക്സൈഡ്. ഏതൊക്കെയാണ്? 2 റീസൺ ഞാൻ പറഞ്ഞു ഇപ്പം. ഒന്ന് യൂസ് ഓഫ് ക്ലോറോ ഫ്ലൂറോ കാർബൺ CFCയുടെ യൂസേജും പിന്നെന്ത്? നൈട്രജൻ മോണോക്സൈഡ് NO. ഇതാണ് പൊല്യൂട്ടൻ്റ്. മനസ്സിലായല്ലോ. വെൻ ദ ഹാംഫുൾ കെമിക്കൽ ലൈക്ക് CFC അതും റിലീസ്ഡ് ഇൻ ടു ദ എയർ, ഇറ്റ് അക്യുമുലേറ്റ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ആൻഡ് റിയാക്ട് വിത്ത് ഓസോൺ റിസൾട്ടിങ് ദ റിഡക്ഷൻ ഓഫ് തിക്നെസ് ഓഫ് ഓസോൺ ലെയർ. ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റെ എന്ത് ചെയ്യും? ലെയറിനകത്ത് ഇങ്ങനെ ചെന്ന് നമ്മളിപ്പോൾ ഒരു പുക അങ്ങോട്ട് അടിക്കുമ്പോൾ നമ്മുടെ ഭിത്തിയിൽ അടിക്കത്തില്ലേ? അല്ലെങ്കിൽ നമുക്ക് കണ്ടുകൂടെ മേളിലോട്ട് പോകുന്നത്? അതുപോലെ അത് ഓസോൺ ലെയറിലാണ് ചെന്ന് തട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ലെയറിനെ ചെയ്തുകൊണ്ടിരിക്കും. നശിപ്പിച്ച് കളഞ്ഞിട്ട് അതിനെ തിന്നസ് കൂട്ടും. അപ്പോഴാണ് ചൂട് കൂടുകയും നമ്മുടെ ശരീരമൊക്കെ ചൂടേറ്റ് പൊള്ളുകയൊക്കെ ചെയ്യുന്നത്. Thus, the ozone layer in the atmosphere becomes thinner and gets depleted, allowing more ultraviolet rays to pass through it. This phenomenon is referred as the ozone hole. ഇതുകൊണ്ടാണ് ഓസോൺ ഹോൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഓസോൺ ഹോൾ ഉണ്ടാകുന്നത്? പിന്നെ അൾട്രാവയലറ്റ് റേസുകൾ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസും നൈട്രജൻ മോണോക്സൈഡും ഒക്കെ ചെന്നങ്ങോട്ട് അടിക്കുമ്പം ഓസോൺ ലെയർ തിന്നിങ് ആയിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ട് അൾട്രാവയലറ്റ് റേസ് അതിനകത്തൂടെ പാസ് ചെയ്ത് ഭൂമിയിലേക്ക് വരും. ഈ ഫിനോമിനനെ പറയുന്ന പേരാണ് ഓസോൺ, ദ ഓസോൺ ഹോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് Antarctic hole in ozone layer is cased due to the chlorine molecule present in chlorofluorocarbon that are used by human beings. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടൊക്കെ ഉണ്ട്. അന്റാർട്ടിക് ഹോളിൽ ഒരു ഓസോൺ ലെയറിൽ നമ്മൾ ഹോള് വീണിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് മഞ്ഞുരുകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ക്ലോറിൻ മോളിക്യൂൾസിൻ്റെ എവിടെയുള്ള ക്ലോറോ ഫ്ലൂറോ കാർബണിലുള്ള
ക്ലോറിൻ മോളിക്യൂൾസിൻ്റെ പ്രസൻറ്റ് കാരണമാണ്. അത് ആരുടെ ആക്ടിവിറ്റി മൂലമാണ്? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആക്ടിവിറ്റി മൂലമാണ് അത് അങ്ങനെയൊരു അന്റാർട്ടിക് ഹോള് ഉണ്ടായത്. അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വളരെ ലളിതമായിട്ട് തന്നെ നന്നായിട്ട് നിങ്ങൾക്കിത് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു പോർഷനും വിട്ടുപോയിട്ടില്ല. പഴയ സിലബസിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ വന്നിട്ടുള്ള. അതുപോലെ തന്നെ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മക്കളെ, നിങ്ങൾക്കെല്ലാം ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാമിൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ എത്തിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ മക്കളെ.